സംസ്ഥാനത്തെ നൈപുണ്യ വികസന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് തൊഴിലും നൈപുണ്യവും വകുപ്പ് നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ പുരോഗതിയും ഭാവി പരിപാടികളും പ്രഖ്യാപിക്കുകയാണ്. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസിനെ കെയ്സ് സംസ്ഥാനത്തെ നൈപുണ്യ വികസന പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുന്നതിനായുള്ള 25 സുപ്രധാന ചുവടുവയ്പ്പുകളാണ് പ്രഖ്യാപിച്ചത്. ഭരണപരിഷ്കാരങ്ങളും ആസൂത്രണവും. സ്കിൽ സെക്രട്ടേറിയറ്റ് കേസിനെ ഒരു ഏകജാല സംവിധാനമായി മാറ്റുന്നതിനായി ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് രൂപീകരിച്ചു. വികേന്ദ്രീകൃത മാതൃക. രാജ്യത്താദ്യമായി ജനകീയ ആസൂത്രണ മാതൃകയിൽ വികേന്ദ്രീകൃത നൈപുണ്യ വികസന മാതൃക തയ്യാറാക്കി. സ്മാർട്ട് സ്കിൽ ബഡ്ജറ്റിംഗ്. നൈപുണ്യ പരിശീലന പ്ലാൻ ഫണ്ട് ഉപയോഗിക്കുന്ന വിവിധ വകുപ്പുകളുടെ സാങ്കേതിക സഹായം നൽകുവാൻ കേസിനെ പ്രാപ്തമാക്കി. 15 പഞ്ചവത്സര പദ്ധതി നിർവഹണ മാർഗരേഖ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഭവങ്ങൾ നൈപുണ്യ വികസനത്തിനായി ഉപയോഗിക്കുന്നതിന് സമഗ്ര വികസന പദ്ധതി തയ്യാറാക്കി. സ്കിൽ ഗ്യാപ്പ് സ്റ്റഡി. ഓരോ ജില്ലയിലും തൊഴിൽ സങ്കീർണതകൾ പഠിക്കുവാൻ നടത്തിയ സ്കിൽ ഗ്യാപ്പ് റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ജില്ലാ തല നയം. ഓരോ ജില്ലയ്ക്കും പ്രത്യേക ആസൂത്രണ നയം രൂപീകരിച്ചു. ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കും. സമഗ്ര ഡാറ്റാബേസ്. സംസ്ഥാനത്തെ എല്ലാ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെയും കോഴ്സുകളെയും ഉൾപ്പെടുത്തി ഒരു സമഗ്ര വിവരശേഖരം തയ്യാറാക്കി. ഗുണനിലവാരവും അക്രഡിറ്റേഷനും. അക്രഡിറ്റേഷൻ പോളിസി. മികച്ച സ്വകാര്യ സ്ഥാപനങ്ങളെ അക്രഡിറ്റ് ചെയ്യുന്നതിനായി പോളിസി രൂപീകരിച്ചു. ആദ്യഘട്ടത്തിൽ 200 സ്ഥാപനങ്ങൾക്ക് അക്രഡിറ്റേഷൻ നൽകും. സ്റ്റേറ്റ് ക്വാളിറ്റി സെൽ ഗുണനിലവാരം ഉറപ്പാക്കുവാൻ SCVTA SCVETI പുനഃസംഘടിപ്പിച്ചു. ഗുണമേന്മ. മികച്ച സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഗുണമേന്മ മുദ്ര നൽകും. ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഉടൻ നടക്കും. അന്താരാഷ്ട്ര നിലവാരത്തിൽ പരിശീലന കേന്ദ്രങ്ങൾ. സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ തിരുവനന്തപുരത്ത് മൈഗ്രേഷൻ ഫെസിലിറ്റേഷൻ സെന്ററോടുകൂടി ഈ കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള കരാർ തയ്യാറായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെട്രോ ആൻഡ് റെയിൽ ടെക്നോളജി IM&RT NSDC കൊച്ചി മെട്രോ എന്നിവയുമായി സഹകരിച്ച് കൊച്ചിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കും. വിദേശ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് IIFL കൊച്ചിയിൽ തുടങ്ങുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറിൻ ലാംഗ്വേജസ് 2 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ഡോൺ ടെക്നോളജി പാർക്ക് കൊട്ടാരക്കരയിൽ NIELIT സഹകരിച്ച് ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് പാർക്ക് സ്ഥാപിക്കും. ഇതിന്റെ ട്രാൻസിസ്റ്റ് ക്യാമ്പസ് ഏഴുകോണിൽ ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ വിപണിയും വിവരശേഖരണവും. മനുഷ്യ വിഭവശേഷി സർവേ. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സമഗ്ര സർവേ നടത്തും. മാതൃകാ പഠനം ഫെബ്രുവരി മാസം 16 നിയമമണ്ഡലത്തിൽ ആരംഭിക്കും. NCVET അംഗീകാരം. 2026 മാർച്ചോടെ കേസിന് NCVET ഡ്യുവൽ ടെക്നിക്കൽ ബോഡി എന്ന അംഗീകാരം ലഭിക്കും. റിക്രൂട്ട്മെന്റ് ലൈസൻസ്. വിദേശ തൊഴിൽ ചൂഷണം തടയുവാൻ കേസ് നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തും. ഇതിനുള്ള ലൈസൻസ് ഈ മാസം ലഭിക്കും. ആഗോള പങ്കാളിത്തം. ജർമ്മനി ആൻഡ് ഓസ്ട്രിയ ബോധെ ഇൻസ്റ്റിറ്റ്യൂട്ട് കരാർ. ജർമ്മൻ ഭാഷാ പഠനത്തിലെ ഗുണനിലവാരം ഉറപ്പാക്കുവാൻ ഔദ്യോഗിക കരാർ ഒപ്പിട്ടു. എയർപോർട്ട് ചേംബർ ഓഫ് ക്രാഫ്റ്റ്സ് തിരുവനന്തപുരത്ത് ജർമ്മൻ ഡ്യുവൽ എഡ്യൂക്കേഷൻ സെന്റർ സ്ഥാപിക്കുന്നതിന് ഉടമ്പടി മാർച്ചിൽ ഒപ്പിടും. നൈപുണ്യോത്സവം 2026 ജനുവരി മാസം 30 നടന്ന മത്സരങ്ങളിൽ നിന്ന് 301 പേർ തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത നൈപുണ്യോത്സവം ഒക്ടോബറിൽ നടക്കും. UN യൂണിവേഴ്സിറ്റി പഠനം.
ലോകബാങ്ക് ഗ്രാന്റോടെ സംസ്ഥാനത്തെ തൊഴിൽ മേഖലയിലെ മാറ്റങ്ങളെ കുറിച്ച് 2 വർഷത്തെ പഠനം നടത്തും. സിസ്റ്റർ സ്റ്റേറ്റ് ബന്ധം. ജർമ്മനിയിലെ ഹെസൻ സംസ്ഥാനവുമായി സഹോദര സംസ്ഥാന പങ്കാളിത്ത കരാർ മാർച്ചിൽ ഒപ്പിടും. ടെക്സ്റ്റ്ജൻ പ്രോഗ്രാം. ജർമ്മനിയിലെ ടെക്സ്റ്റ്ജൻ സ്റ്റാർട്ടപ്പ് ഫാക്ടറിയുമായി ചേർന്ന് 9,000 കോടിയുടെ നിക്ഷേപവും 300 ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളും കൊണ്ടുവരും. ഇൻഡോ ജർമ്മൻ ട്രേഡ് ഫെയർ IGTF 2021 മാർച്ചിൽ നടത്തുന്ന മേളയുടെ 500 പേർക്ക് ജർമ്മനിയിൽ പ്രതിമാസം 1,08,000 രൂപ സ്റ്റൈപ്പൻഡോട് കൂടി പരിശീലനം തൊഴിൽ ഉറപ്പാക്കും. ഓസ്ട്രിയൻ സഹകരണം. മാർച്ച് 26 എത്തുന്ന ഓസ്ട്രിയൻ IT പ്രതിനിധി സംഘത്തിന് മുന്നിൽ കേരളത്തിന്റെ IT പ്രൊഫഷണലുകളുടെ മികവ് അവതരിപ്പിക്കും. സംസ്ഥാനത്തെ ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ വിദേശ കുടിയേറ്റം ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ പ്രാദേശികമായി മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തൊഴിൽ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കെയ്സ് എന്ന് പറഞ്ഞ നൈപുണ്യ വികസന കേന്ദ്രം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അതാണ് ഈ സ്കിൽ സെന്റർ. കെയ്സിനെയാണ് സ്കില്ലിന്റെ ലീഡായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. സെക്രട്ടറി പറയാം. സംസ്ഥാനത്ത് നൈപുണ്യ വികസനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2047 കേരളം രാജ്യം വികസിക്കുന്നതിനൊപ്പം തന്നെ അതിനുപ്പുറത്തേക്കായിട്ട് കേരളത്തെ ഒരു നൈപുണ്യ സൊസൈറ്റിയായിട്ട് സ്കിൽഡ് സൊസൈറ്റിയായിട്ട് മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ടാണ് കേസ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ മറ്റുള്ള വകുപ്പുകളുമായി മറ്റുള്ള ഏജൻസികളുമായി ഒരുപോലെ തന്നെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി ഓരോ പ്രദേശത്തെയും പ്രത്യേകതകളും അവിടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓരോ പ്രദേശത്തിനും ആവശ്യമായിട്ടുള്ള നൈപുണികളെ കണ്ടെത്തുന്നതിനും അത് എങ്ങനെ അതാത് തലങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റഡി ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ ജില്ലയ്ക്കും ഓരോ അവരുടെ പ്രത്യേകതകളും അവരുടെ സൗകര്യങ്ങളും അവിടെയുള്ള സാധ്യതകളെയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഓരോ ജില്ലയ്ക്കും ആവശ്യമായിട്ടുള്ള സ്കിൽ പോളിസി ഒരു നയം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ നടപടികളിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ സ്കിൽ ഗ്യാപ്പ് സ്റ്റഡി ഓരോ ജില്ലയിലെയും തൊഴിൽ സാധ്യതകൾ പഠിച്ച് നടപ്പാക്കിയ സ്കിൽ ഗ്യാപ്പ് റിപ്പോർട്ട് വിവിധ വകുപ്പുകൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. അത് മറ്റുള്ള വകുപ്പുകളുമായി ചർച്ച ചേർന്ന് കൺവേർജൻസ് മോഡലിൽ ധാരാളം പരിപാടികളും പദ്ധതികളും നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിയും. സ്കിൽ സെക്രട്ടേറിയറ്റ് എന്നുള്ള നിലയിൽ കേസിന് അതിൻ്റെ ഒരു കൺവേർജിങ് ഏജൻസിയായിട്ട് മാറിക്കൊണ്ട് നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള സ്കില്ലിംഗ് സാധ്യതകളെ മറ്റുള്ള വിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ അസാപ്പ്, ഒഡേപെക്, നോർക്ക തുടങ്ങിയിട്ടുള്ള ഏജൻസികളും എല്ലാം ആയിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടെ സഹായത്തോടു കൂടി നമുക്ക് നല്ല ഒരു സ്കിൽ പോളിസി എങ്ങനെ ഡെവലപ്പ് ചെയ്ത് അത് സാധ്യമാക്കി എടുക്കാമെന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമാക്കുന്നത്. അത് കേരളത്തിലെ ജോലി സാധ്യത മാത്രമല്ല, കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെയും അതിനുമപ്പുറത്തായിട്ട് ഗൾഫ്, അതുപോലെ തന്നെ യൂറോപ്പ് തുടങ്ങിയിട്ടുള്ള പല പ്രദേശങ്ങളിലുമുള്ള ധാരാളം ആവശ്യങ്ങൾ വിവിധ തലങ്ങളിലായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് കേസ് നേരിട്ടുമൊക്കെ ആയിട്ട് ഇൻ്ററാക്ഷനിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജർമ്മനി, ഓസ്ട്രിയ എന്നീ 2 രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ പ്രൊവിൻസുകളുടെ നേതൃത്വത്തിൽ മാർച്ച് മാസത്തിലൂടെ വരികയും അവരുമായിട്ട് ഒരു MOU, ഒരു പക്ഷേ നാം ആദ്യമായിട്ടായിരിക്കും അത്തരൊരു തലത്തിലേക്ക് കടക്കുന്നത്. അവിടെയുള്ള ജോലി സാധ്യതകൾ നേരിട്ട് കേരളവുമായി ബന്ധപ്പെടുത്തുകയും കേരളത്തിലെ കുട്ടികളെ അവരെ അതിലേക്കായിട്ട് എക്വിപ്പ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ കൂടി ആ കേന്ദ്ര മറ്റുള്ള രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി സ്ഥാപിക്കുന്നതിനുള്ള ഒരു വലിയ ഒരു പ്രക്രിയ കൂടി നമ്മൾ ഈ വർഷം 2026 തുടക്കമിടുകയാണ്. ഇപ്പോൾ തന്നെ ഗോതെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ജർമ്മനിയുടെ നാഷണൽ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്
അവരുമായി ബന്ധപ്പെട്ട് ഇവിടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. അത് 2 സ്ഥലത്തായിട്ട് എറണാകുളത്തും തിരുവനന്തപുരത്തുമായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. അതിലൂടെ ജർമ്മൻ ഭാഷ നമുക്ക് കരഗതമായി കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ജോലികൾ, അതും വളരെ നല്ല നിലയിൽ, ഏറ്റവും കുറഞ്ഞ അവരുടെ സ്റ്റൈഫൻഡ് തന്നെ 1,20,000 രൂപയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനുശേഷം 2 വർഷമോ 3 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം 3 ലക്ഷത്തിൽ കൂടുതൽ രൂപയും നമ്മുടെ കുട്ടികൾക്ക് വിവിധ തലങ്ങളിൽ ട്രേഡ് പഠിച്ചവർക്ക് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വലിയ സാധ്യത ഇത്തരത്തിലുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ടുള്ള ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെ നമുക്ക് തുറന്നു കിട്ടും. ഒരുപക്ഷെ നമ്മൾ 2ാം ഘട്ടത്തിൽ, ആദ്യകാലത്ത് നമ്മുടെ വിദേശത്തേക്ക് നമ്മൾ പോയ ഒരു വിപ്ലവത്തിൻ്റെ 2ാം പതിപ്പ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെയും വിവിധ വിദേശ ഗവൺമെൻറ്റുകളുടെയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സഹായത്തോടുകൂടി നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കാലിക പ്രസക്തിയും ഭാവിയുമുള്ള പദ്ധതികളാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഇന്നിപ്പോഴും ഡിക്ലെയർ ചെയ്തതെന്ന് അറിയിക്കുന്നു. കാര്യങ്ങൾ പ്ലാൻഡാണ്, പൈപ്പ്ലൈനിലാണ്. നമ്മുടെ കേരള സംസ്ഥാന ഒരു പ്രത്യേക സംസ്ഥാനമാണ്. ഒരു സ്പെസിഫിക് ആയിട്ട് കേരളത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ ഡെമോഗ്രാഫി ഉണ്ട്, പിന്നെ ഇവിടെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. സോ അതിനു വേണ്ടി ടു മേക്ക് കേരള, ടു ട്രാൻസ്ഫോം കേരള ഇൻ ടു നോളജ് ഇക്കോണമി നമുക്ക് പ്രത്യേക ഒരു സ്ട്രാറ്റജി വേണം. ആൻഡ് നമ്മുടെ സംസ്ഥാനത്തിലെ കുറേ സ്ഥാപനങ്ങളുണ്ട്. വലിയ വലിയ സ്ഥാപനങ്ങൾ നമ്മുടെ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഈ സെക്ടറിൽ ഇൻ ദ സെക്ടർ ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദേ ആർ ഡൂയിങ് വർക്കിംഗ്. പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഏജൻസീസ്, സെക്രട്ടറി സർ പറഞ്ഞതുപോലെ കേസും ഒഡിപ്പിക്കും നോർക്ക റൂട്ട്സും കുറേ ഏജൻസികളുണ്ട്. So to bring convergence into the activities of all the agencies, CASE has been designated earlier, and now to make it happen, to enforce those strategies, CASE has developed a convergence mechanism, framework and as part of that framework, we, as our Honorable Minister has told, that we are doing a lot of activities, a lot of collaborations, public and private, local, international, കുറേ collaborations നമ്മൾ നടക്കുന്നുണ്ട്. അതിനു വേണ്ടി I hope that it all gets successful. Thank you. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കും. വെറുതെ ഉണ്ടോ അതിലേക്ക്? പിന്നെ നമുക്ക് കേട്ടൂടാ. പല കാര്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്പ് പോലെയുള്ള രാജ്യങ്ങളിൽ വളരെ സെൻസിറ്റീവാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകളും ആ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തിലെ വിവിധ കമ്പനികളുമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന എക്സ്പെക്ടേഷൻ തമ്മിൽ
പലപ്പോഴും മിസ്മാച്ച് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് പല ലെവലിലുള്ള പ്രൊഫഷൻസി സർട്ടിഫിക്കറ്റുകളുണ്ട്. പലപ്പോഴും വിവിധ ഏജൻസികളിൽ ബഹുഭൂരിപക്ഷവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിലും ചുരുക്കം ചില ഏജൻസികൾ ശരിയായ രീതിയിൽ കുട്ടികളെ അസസ് ചെയ്യാതെ അവർക്കില്ലാത്ത പ്രൊഫഷൻസി ഉണ്ട് എന്ന് പറഞ്ഞ് പല രാജ്യങ്ങളിലേക്ക് വിട്ടു കഴിയുമ്പോൾ അവിടെ അത് നമ്മുടെ ഇവിടുന്ന് വരുന്ന കുട്ടികൾ പൊതുവെ ഇത്തരത്തിൽ ക്വാളിറ്റി ഇല്ലാത്തവരാണ് എന്നുള്ളൊരു സന്ദേഹം പലപ്പോഴും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പരിധി കടന്നപ്പോഴാണ് ഈ രംഗത്ത് കേസ് ഒരു സ്റ്റേറ്റ് ലെവൽ ഏജൻസി എന്നുള്ള നിലയിൽ ഇതിനെ ക്രോഡീകരിക്കുന്നതിനും ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഒരുപാട് കൂടെ പരിശോധിച്ച് അവരുടെ പ്രൊഫഷൻസ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇത് ഒരിക്കലും പ്രൈവറ്റ് ഏജൻസികളെയോ മറ്റാരെയോ നിരുത്സാഹപ്പെടുത്തുന്നതിനല്ല, പക്ഷെ കൂട്ടായിട്ട് ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പേരിലായിരിക്കില്ല ഒരു ബാഡ് ഇമേജ് വരുന്നത്. മറിച്ച് കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ എന്നുള്ള ഒരു ബാഡ് ഇമേജ്, കേരളത്തിൽ നിന്ന് വരുന്ന ഡിഗ്രി, അവർ വരുന്ന സർട്ടിഫിക്കേഷൻ, അതൊന്നും കൂടെ പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അവർക്ക് തോന്നുക എന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങി വരുന്ന ആത്മാർത്ഥമായി പഠിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചു വരുന്ന കുട്ടികളുടെ ജോലി സാധ്യതയെ കൂടെ ബാധിക്കുമെന്നുള്ളതിനാൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എടുത്ത ഒരു തീരുമാനമാണ് ഈ സ്ഥാപനങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ കോഴ്സാണ് പഠിപ്പിക്കുന്നത്, അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നുള്ള അക്രഡിറ്റേഷൻ, അതുപോലെ തന്നെ അതിന് പാസ്സാകുന്ന കുട്ടികൾ ഇത്ര ശതമാനത്തെങ്കിലും ആദ്യഘട്ടത്തിൽ നമ്മളൊരു വലിയ പരിശോധന കൂടെ നടത്തി അത് കൃത്യമായ രീതിയിൽ കറക്റ്റായ സർട്ടിഫിക്കേഷനോട് കൂടിയാണ് അവർ പോകുന്നത് ഉറപ്പുവരുത്തുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിനും ആ സ്ഥാപനത്തിനും കുട്ടികൾക്കും എല്ലാം ഒരേപോലെ തന്നെ ഫലപ്രദമായിട്ട് വരും. അതാണ് അക്രഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.